കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ആക്ഷൻ ടൈം ഗ്രാഫാണ് ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ആക്ഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് വൈ എക്സ് ഗ്രാഫ് എന്താണ്? dy ബൈ dx ആണ്. സ്ലോപ്പ് ഓഫ് വൈ എക്സ് ഗ്രാഫ് എന്താണ്? dy ബൈ dx ആണ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് ഓഫ് എ ടി ഗ്രാഫ് എന്താണ്? da ബൈ dt ആണ്. പക്ഷെ da ബൈ dt എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ da ബൈ dt നമ്മൾ പഠിക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കും? സ്ലോപ്പ് ഓഫ് ആക്ഷൻ ടൈം ഗ്രാഫ് കാണേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ സാർ കാണേണ്ട ആവശ്യമുള്ളത്? സാർ ഏരിയ അണ്ടർ വൈ എക്സ് ഗ്രാഫ് എന്താണ്? ഏരിയ അണ്ടർ വൈ എക്സ് ഗ്രാഫ് എന്താണ്? ഇന്റഗ്രൽ വൈ ഡി എക്സ്. അതേപോലെ ഏരിയ അണ്ടർ എ ടി ഗ്രാഫ്, ഏരിയ അണ്ടർ എ ടി ഗ്രാഫ് എന്താണ്? ഇന്റഗ്രൽ എ ഡി ടി. അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഐഡിയ ഐഡിയ ഏരിയ ഐഡിയ ഏരിയ അണ്ടർ എ ടി ഗ്രാഫ് ഈക്വൽസ് ഇന്റഗ്രൽ എ ഡി ടി. ഇന്റഗ്രൽ എ ഡി ടി. സാർ ആരാണ് ഈ ഇന്റഗ്രൽ എ ഡി ടി? ആ സാർ ഏന്ന് പറഞ്ഞാൽ സാർ പഠിച്ചിട്ടുണ്ട് ഡി വി ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വി ആണ് സാർ ആര്? എ ഡി ടി. അപ്പോൾ സാർ ഈ ഇന്റഗ്രൽ എ ഡി ടിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ ഡി വി. ഏത് മുതൽ ഏത് വരെ സാർ? v1 മുതൽ v2 വരെ. മനസ്സിലായോ? v1 മുതൽ ഒരു ഇനീഷ്യൽ വാല്യൂ v1, ഫൈനൽ വാല്യൂ v2 വരെയുള്ള ഇന്റഗ്രൽ ഡി വി. അതായത് എന്താവും? that will be equal to v2 minus v1. v2 minus v1 ആരാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഏരിയ അണ്ടർ എ ടി ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇതൊരു പെട്ടിയിലല്ല. അപ്പൊ നോക്കിയോ, ഇവിടെ എ ടി ഗ്രാഫ് ഉണ്ട്. പിന്നെ നേരെ താഴത്തുള്ള ഏരിയ ആണ് ഇതാണ് ഇതിന്റെ താഴത്തുള്ള ഏരിയ. ഈ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ദിസ് ഏരിയ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇതൊരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കേ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ആദ്യം എന്താണ്? ഫൈൻഡ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി, അതിനുശേഷം ആവറേജ് ആക്സലറേഷൻ ഫോർ ദ ഫോളോയിങ് ഗ്രാഫ്. ചില ആൾക്ക് സംശയം ഉണ്ടാവും, സാർ എന്താ സാധനം? എന്താ കണ്ട് ഇതിനുള്ളിൽ എന്താ വെച്ചിരിക്കുന്നത്? ആവറേജ് ആക്സലറേഷൻ. എൻ സി ആർ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഞാൻ യൂസ് ചെയ്തത്. ചില ആൾക്കാർ എന്താ ലോകത്ത് ആരും ഉപയോഗിക്കാത്ത സിമ്പിളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ആരാണ്? ആവറേജ് ആക്സലറേഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്സിഡന്റ് ഡയഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ചോദ്യം ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാനാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ താഴെയുള്ള ഈ ഏരിയ അത്ര ആക്ഷൻ ടൈം ഗ്രാഫ്. ഏരിയ 10 into 3 ഡെൽറ്റ വി will be equal to 10 into 3. എത്രയാവും? ഡെൽറ്റ വി എത്രയായി? 30 മീറ്റർ പെർ സെക്കൻഡ് ആയി. ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായി? 30 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ സാർ, ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ആവറേജ് ആക്സലറേഷൻ. എന്താണ് ആവറേജ് ആക്സലറേഷൻ ഇക്വേഷൻ? ആവറേജ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? kT. ടൈം ടേക്കൺ എത്രയാണ്? 3 സെക്കൻഡ് എടുത്തത്. 30 by 3 എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡ് ആണോ? എല്ലാ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആവറേജ് ആക്സലറേഷൻ അല്ലേ? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താ? ഇതെന്താണ്? ഒരു ട്രപ്പീസോയിഡ് അല്ലേ? ഇപ്പൊ ട്രപ്പീസോയിഡ് ആകുമ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ ഇതിന്റെ താഴത്തുള്ള ഈ ഏരിയ ഈ ഏരിയ എന്താന്ന് പറയാൻ പറ്റും നമുക്ക്? സം ഓഫ് പാരലൽ സൈഡ്, ഈ സൈഡ് പ്ലസ് ഈ സൈഡ്. എന്ത്? 1 പ്ലസ് ഈ ലെങ്ത് എത്രയാണ്? 3. 1 പ്ലസ് 3 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ട്രപ്പീസോയിഡ് ഡിസ്റ്റൻസ് എത്രയാണ്? സം ഓഫ് പാരലൽ സൈഡിന്റെ ഡിസ്റ്റൻസ് 2 ആണ്. ഡിവൈഡ് ബൈ ഹാഫ്, അതായത് ഡിവൈഡ് ബൈ 2. സോ 1 പ്ലസ് 3 ഇൻറ്റു 2 ബൈ 2 എന്ന് പറയുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആവറേജ് ആക്സലറേഷൻ പറയൂ, പറയൂ. ചേഞ്ച് ഇൻ വെലോസിറ്റി 4 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? 2. സോ 4 by 2 എന്ന് പറയുമ്പോൾ എത്രയായി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലാണല്ലോ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ഇതിനു മുമ്പുള്ള എക്സ്ടിയും VT ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായി? വളരെ സിമ്പിൾ ആയി. നിങ്ങൾ AT പറഞ്ഞേ, ഇതിന്റെ താഴത്തിൽ ഈ ഏരിയ പറയൂ. നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ്. ഇതിന്റെ ബേസ് എത്രയാണ്? 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3. സോ ഇത് എത്ര വരും? 3 വരും. ആവറേജ് ആക്സലറേഷൻ പറയൂ കുട്ടികളെ, പറയൂ. സോറി കഴിയണ്ട, ഈ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരാം. ആവറേജ് ആക്സലറേഷൻ പറയൂ. ആവറേജ് ആക്സലറേഷൻ പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി
divided by time taken for it 3 by 2 3 by 2 meter per second square. Here 3 by 2 meter per second. Okay sir, okay. Next question എന്താണ്? First question ചോദിക്കുന്നത് ചേഞ്ച് വെലോസിറ്റി. ഇവിടെ രണ്ട് ഏരിയകൾ, ഒരു ഏരിയ താഴെയും മറ്റൊരു ഏരിയ മുകളിലുമാണ്, അല്ലെങ്കിൽ അപ്പറിലും ലോവറിലുമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ചേഞ്ച് വെലോസിറ്റി പറഞ്ഞു. ഫസ്റ്റത്തെ ഏരിയ എത്രയായിരുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 1. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്ക് -2 പ്ലസ് ഇതെന്താ സാർ പ്ലസ് ഇട്ടത്? രണ്ട് ഏരിയ കൂട്ടുണ്ടോ? താഴത്തെ ഏരിയ അതിന് മേലുള്ള ഏരിയ. മേലുള്ള ഏരിയ വരും ഹാഫ് ഇൻറ്റു ബേസ് തരുന്ന ഡിസ്റ്റൻസ് തരുന്നത് 1 ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. ഹൈറ്റ് സാർ പറഞ്ഞില്ല സാറിന് അങ്ങനെ ഞാൻ പറഞ്ഞത് സാർ ഹൈറ്റ് 2 ആക്കാം. ഹൈറ്റ് 2 ആക്കാം. ഹൈറ്റ് 2. സോ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 2. അപ്പോൾ എന്താ പറയുക? ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു -2 പ്ലസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 2. എന്തായി? ചേഞ്ച് വെലോസിറ്റി ആയി 0. ചേഞ്ച് വെലോസിറ്റി ആയി 0. സോറി, കുഴപ്പമൊന്നുമില്ല. ചേഞ്ച് വെലോസിറ്റി എന്തായി? 0 ആയി. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ഇറ്റ്. സോ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 2 ആണ്. 0/2 എന്ന് പറയുമ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ട്രപ്പീസോയിഡ് ആയി മാറിയിരിക്കുകയാണ്. സം ഓഫ് ദ ഡിസ്റ്റൻസ് ഈ ലെങ്ത്, ഈ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ ലെങ്ത് 1 ആണ്. സോ ഇത് 2, ഇത് 1. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 2 + 1 into distance between them is 2 divided by 2. So this will be equal to 3 meter per second. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആക്സിലറേഷൻ ആണ്. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ 3 divided by ടൈം ടേക്കൺ എത്രയാണ്? 2. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരും. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഏരിയ വരും. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എത്രയാണ് പറയൂ കുട്ടികളെ? -2 അല്ലേ? -2. ഓക്കെ. സോ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് -2 മീറ്റർ പെർ സെക്കൻഡ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് -2 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? 2. അതായത് -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വാസം അതിൻ്റെ എല്ലാം. ഓക്കെ. അതിനുശേഷം ഇവിടെ ട്രപ്പീസോയിഡ് വന്നിരിക്കുകയാണ്. ഈ ട്രപ്പീസോയിഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് -1 പ്ലസ് -3 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽസൈഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽസൈഡ്സ് എത്രയാണ്? 2 ഡിവൈഡ് ബൈ ഹാഫ്. അല്ലേ? അങ്ങനെ അതെ. സോ -1 പ്ലസ് -3 എന്ന് പറയുമ്പോൾ -4. 2/2 ആണ്. അത് ക്യാൻസൽ ചെയ്യാം. ഒരു -4 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ -4 ഡിവൈഡ് ബൈ time taken for it is 2. This will become 2 - 2 meter per second squared. Okay. So ഏത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കണ്ടെത്തുമ്പോഴും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയും അതുപോലെ ആവറേജ് ആക്സിലറേഷനും കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഇതെല്ലാം ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യങ്ങൾ ടൈം അറ്റ് വിച്ച് ആക്സിലറേഷൻ ഈസ് 0. ആക്സിലറേഷൻ 0 ആവുന്ന സമയത്ത് സമയം എത്രയാണ്? ഇവിടെ ആക്സിലറേഷൻ എവിടെ 0 ആവുന്നത്? ഇവിടെ വരുമ്പോൾ ഒരു ആക്സിലറേഷൻ 5 5 5 5 5. അതിനുശേഷം 5 കുറഞ്ഞ് വന്ന് ഇവിടെ മാത്രമേ 0. അതിനുശേഷം എന്തായി? നെഗറ്റീവ്. അതിനുശേഷം നെഗറ്റീവ്. അപ്പോൾ ഈ പോയിന്റിലാണ് എന്താവുന്നത്? ആക്സിലറേഷൻ 0 ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രാഫ് ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ഈ പോയിന്റ് ഈ സമയത്തുള്ള ടൈം എത്രയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ടൈം ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഈ സമയം 1, ഈ സമയത്ത് വന്നിട്ടുണ്ട് 2 അല്ലെന്ന് 2 വന്നിട്ടുണ്ട്. ഓക്കെ, 1 x 2. ഈ x ആണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ആക്സിലറേഷൻ, ഇവിടെ ടൈം. ആക്സിലറേഷൻ 0 ആകുമ്പോൾ സമയം ആണ് ചോദിക്കുക. അതാണ് ഇവിടെ എന്തായിട്ട് കൊടുത്തത്? എക്സ്. സാർ എക്സ് കണ്ടെത്തി അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. എക്സിന്റെ വാല്യൂ നമ്മൾ എന്താക്കണം? കണ്ടെത്താം. അപ്പോൾ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക്? സാർ ഇവിടെ വാല്യൂ എത്ര സാർ? -10. ഇവിടെ വാല്യൂ എത്രയാണ്? +5. അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്താവും? തീറ്റയാവും. സാർ അതെങ്ങനെ അറിയാം? ഇടകളൊക്കെ ഈ ഇങ്ങനെ ലൈൻ വരയ്ക്കാണ്. ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റ. ഇങ്ങനെ വരയ്ക്കാണ്. ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റയാവും. മനസ്സിലായോ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീറ്റ അല്ല. അതായത് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ തെറ്റിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ സെയിം ആവും അല്ലേ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആംഗിൾ സെയിം, ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താവും? തീറ്റയാവും. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ ടാൻ തീറ്റ എത്ര വരാം? ഈ ഭാഗത്ത് ടാൻ തീറ്റ എത്ര വരാം? ഈ ഭാഗത്ത് ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇവിടെ തീറ്റ. ഈ ലെങ്ത് എത്ര വരാം?
പറയൂ, ഈ ലെങ്ത് എത്ര വരാം? ഈ എക്സ് മൈനസ് വൺ അല്ലേ വരാം? അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ്, ഇവിടെ മുതൽ ഇവിടെ വരെ 1. ഈ ലെങ്ത് എത്രയാണ്? എക്സ് മൈനസ് 1. ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കി, താഴത്തുള്ള ട്രയാങ്കിൾ നോക്കൂ. താഴത്തുള്ള ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഈ ആംഗിൾ തീറ്റ, ഈ ലെങ്ത് എത്രയാണ്? ജിഞ്ചിൻ 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 എത്രയാണ്? -10 അല്ലേ? അപ്പൊ നമ്മൾ ലെങ്ത് പറഞ്ഞ സമയത്ത് 10 എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഈ ലെങ്ത് എത്രയാണ്? 2 - 6. 2 - 6. ഇനി ഇവിടെ ടാൻ തീറ്റ പറഞ്ഞു, ഇവിടെ ടാൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് 10 ഡിവൈഡ് ബൈ അഡ്ജസന്റ് എത്രയാണ്? 2 - 6. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2. രണ്ടും ആരാണ്? ടാൻ തീറ്റ. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ആയി. രണ്ടും ടാൻ തീറ്റ അല്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടാൻ തീറ്റ അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ഈക്വൽ ആണ്. ഇക്വേഷൻ നമ്പർ 1 എന്താണുള്ളത്? 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. ഇക്വേഷൻ നമ്പർ 2 എന്താണുള്ളത്? 10 ഡിവൈഡ് ബൈ 2 - 6. ഇവിടെ 5 10 എന്ന് പറയുന്നത് 5 × 2 ആണ്. അപ്പോൾ 5 ക്യാൻസൽ ചെയ്ത് പോയി എന്തായി? 1 ബൈ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 ബൈ 2 - 6. ഇത് സോൾവ് ചെയ്തല്ലേ? 1 ബൈ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 ബൈ 2 - 6. 2 - 6 നമ്മൾ ഉണ്ട്. അപ്പോൾ 2 - 6 ഈസ് ഈക്വൽ ടു 2x - 2. 2 - 6 ഈസ് ഈക്വൽ ടു 2x - 2. ഇനി ഈ 2x x നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ 3x ആയി. ഈ -2 ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ എന്തായി? -2 + 2 ആയി. അപ്പം 3x ഈസ് ഈക്വൽ ടു 4 ആയി. x എന്ന് പറഞ്ഞത് 4/3 ആയി. 4/3 എന്ന് പറഞ്ഞാൽ 3 + 1/3 അല്ലേ? 3 + 1/3 നമ്മൾ 3 + 1/3 അല്ലേ? അപ്പോൾ 3/3 എന്ന് പറഞ്ഞാൽ 1, 1/3 എന്ന് പറഞ്ഞാൽ 0.3, 1.33. അപ്പോൾ 1.33 സെക്കൻഡിലാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. അപ്പോൾ ഇനി ഗ്രാഫിലേക്ക് നോക്കി, ഇവിടെ 1, ഇവിടെ 2, 1.33 സെക്കൻഡ് അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞൊക്കെ ഓക്കെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ 4/3 ചെയ്താൽ അല്ലെങ്കിൽ 1.33 എന്ന് പറയാം. എക്സിസിയിൽ 4/3 സെക്കൻഡ് അല്ലെങ്കിൽ എക്സിസിയിൽ എന്താണ്? 1.33 സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ജസ്റ്റ് ഈ ട്രിഗണോമെട്രി വെച്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് ടാൻ രണ്ട് ഭാഗത്തും സിമ്പിൾ മാത്തമാറ്റിക്സ് ടാൻ തീറ്റ ഈക്വൽ അങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടെത്തി. ഫിസിക്സ് ഇല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 to 1. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 to 1. 0 to 1 ഉള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയുള്ള ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 5 × 1 അതായത് 5 m/s. അതിനുശേഷം അടുത്ത എന്താ ചെയ്യുന്നത്? 1 to 2 ഉള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി. 1 to 2 എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ. സാർ ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഇവിടെ, ഒരു ട്രയാങ്കിൾ ഇവിടെ അല്ലേ? ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആണ്. 0 to 2 1 to 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിൾ ഇങ്ങനെയുണ്ട്, വേറൊരു ട്രയാങ്കിൾ ഇങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഏരിയ നമ്മൾ എന്താക്കണം? കാണണം. ഈ ലെങ്ത് എത്രയാണ്? 5. ഇവിടെ നമ്മൾ -10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് ഈ ലെങ്ത് 1 ആണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോ. ഇവിടെ ഈ ട്രയാങ്കിൾ, ഫസ്റ്റത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ½ ഇൻറ്റു ബേസ് എത്രയാണ്? ഇത് x - 1 അല്ലേ? x - 1 എന്ന് പറയുമ്പോൾ 4/3 - 1 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5. ഓക്കെ, രണ്ടാമത്തെ ഏരിയ നോക്കി. രണ്ടാമത്തെ ഏരിയ എത്രയാണ്? രണ്ടാമത്തെ ഏരിയ എന്ന് പറയുമ്പോൾ ½ ഇൻറ്റു ബേസ് എത്രയാണ്? 2 - x അതായത് 2 - 4/3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? -10. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ സംഭവം നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി 4/3 - 1 4 - 3/3. അപ്പോൾ 1/3 അല്ലേ? ഓക്കെ, 1/3 1/3 × 1/2 എന്ന് പറഞ്ഞാൽ 1/6 ആയി. 1/6 × 5 എന്ന് പറയുമ്പോൾ 5/6 പ്ലസ് രണ്ടാമത്തെ ഏരിയ എത്രയാണ്? 2 × 3 6 6 - 4 2. സോ 2/3. സോ 2/3 × 2 എന്ന് പറയുമ്പോൾ 2/6 ആയി. അപ്പോൾ 2/6 × -10. സോ -20/6 ആയി. സോ 5/6 പ്ലസ് -20/6 എന്ന് പറയുമ്പോൾ -15/6 ആവും അല്ലേ? ശരി, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഏരിയ കണ്ടും ഈ ഏരിയ കണ്ടും രണ്ടും കൂടി ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് വെലോസിറ്റി ഫ്രം 1 to 2 സെക്കൻഡ് കിട്ടും. 1 മുതൽ 2 സെക്കൻഡ് വരെയുള്ള ചേഞ്ച് വെലോസിറ്റി കണ്ടെത്താൻ പറ്റും. -15/6 m/s ആണ് 1 to 2 വരെയുള്ള ചേഞ്ച് വെലോസിറ്റി. അതിനുശേഷം 2 to 4 ഉള്ള ചേഞ്ച് വെലോസിറ്റി പറഞ്ഞേ. 2 to 4 എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ബേസ് വരുന്നത് ½ ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞത് 2 ആണ്. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ബേസ്.
ഇൻറ്റു ഹൈറ്റ് എത്ര വരുന്നത് -10. സോ -10. സോ ഇത് എത്ര വരും? ദിസ് വിൽ ബി ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ആ ചേഞ്ച് ഇൻ വെലോസിറ്റി വന്നത്. അതിനുശേഷം എന്താ ചോദിക്കുന്നത്? ആവറേജ് ആക്സലറേഷൻ എത്രയാണ്? 0 to 1. സോ ആവറേജ് ആക്സലറേഷൻ 0 to 1 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം 5 ഡിവൈഡ് ബൈ 0 to 1 എത്ര സെക്കൻഡ്? 5/1. സോ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് 0 to 1 ഉള്ള ആവറേജ് ആക്സലറേഷൻ. രണ്ടാമത് ചോദിച്ചത് എന്താണ്? ആവറേജ് ആക്സലറേഷൻ 1 to 2. 1 to 2 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 1 to 2 എത്രയാണ്? -15/6 ഡിവൈഡ് ബൈ എത്ര സമയമുണ്ട്? 1 to 2 എന്ന് പറയുമ്പോൾ എത്ര സമയമുണ്ട്? 1 സെക്കൻഡ്. സോ ഇത് എത്രയാണ്? -15/6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൂന്നാമത് എന്താ ചോദിച്ചത്? 2 to 4. 2 to 4 ഉള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ കണ്ടെത്തി -10 ആണ്. സോ -10 ഡിവൈഡ് ബൈ എത്ര സമയമാണ് എടുത്തത്? 2 to 4 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് എടുത്തത്. 2 ൽ നിന്ന് 4 സെക്കൻഡിലേക്ക്. സോ 4 - 2 എത്രയാണ്? 2. സോ -10/2 എന്ന് പറയുമ്പോൾ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ചേഞ്ച് വെലോസിറ്റി കണ്ടെത്തി, ആവറേജ് ആക്സലറേഷൻ കണ്ടെത്തി. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചോദിക്കുന്നത്? വെലോസിറ്റി അറ്റ് 1 സെക്കൻഡ്. വെലോസിറ്റി അറ്റ് 1 സെക്കൻഡ്. 1 സെക്കൻഡിലുള്ള വെലോസിറ്റി. 1 സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര വരാം? ആ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? -15/6. സോ ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത് അല്ലേ? അപ്പോൾ ഈ 0 സെക്കൻഡിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്ര ഉണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അതിനുശേഷം ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? v ഫൈനൽ മൈനസ് v ഇനീഷ്യൽ. ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? v ഫൈനൽ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളത്. സോ v ഫൈനൽ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ v ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താവും? ഡെൽറ്റ v. സോ v ഫൈനൽ എന്ന് പറഞ്ഞത് ഡെൽറ്റ v പ്ലസ് 5. ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ കണ്ടെത്തി 5. സോ 5 പ്ലസ് 5 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 0 to 1 ആണ് നമ്മൾ ആദ്യം കണ്ടത്. ഇത് 0 to 1 ആണ്. ഇനി അതിനുശേഷം നിങ്ങൾ 1 to 2 പറഞ്ഞേ. സോ 1 to 2 1 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് ഇപ്പോൾ കണ്ടെത്തിയ 10 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവർ ഇവിടെ ചെയ്ത പോലെ നമുക്ക് പറയാം ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആണ്. സോ 1 to 2 ലുള്ള ചേഞ്ച് വെലോസിറ്റി എത്രയാണ്? -15/6 ആണ്. -15 ഡിവൈഡ് ബൈ 6 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2 സെക്കൻഡിലുള്ള വെലോസിറ്റി അതിന്റെ ഫൈനൽ വെലോസിറ്റി. അവിടെ 1 to 2 എന്ന് പറയുമ്പോൾ ചേഞ്ച് വെലോസിറ്റി 1 to 2 ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അതാണ് -15/6. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡുള്ള വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡുള്ള വെലോസിറ്റി. 1 സെക്കൻഡ് വെലോസിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. കൺഫ്യൂഷൻ ഒന്നും ചെയ്യുന്നത് അവിടെ ഫസ്റ്റ് നമ്മൾ 0 to 1 കണ്ടെത്തി. 0 to 1 ചേഞ്ച് വെലോസിറ്റി v ഫൈനൽ മൈനസ് v ഇനീഷ്യൽ. ആ സമയത്ത് v ഫൈനൽ ആരാണ്? 1 സെക്കൻഡിലുള്ള വെലോസിറ്റി. ആ 1 സെക്കൻഡ് വെലോസിറ്റി ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? v ഫൈനൽ എന്ന് പറഞ്ഞത് -15/6 പ്ലസ് 10 ആണ്. അതായത് 10 - 15/6 അല്ലേ? -15 പ്ലസ് 60/6 ആയി. 60 - 10 എന്ന് പറഞ്ഞാൽ 50. സോ 50 എന്ന് പറയുമ്പോൾ 45/6 അല്ലേ? 45/6 മീറ്റർ പെർ സെക്കൻഡ് വരും 1 to 2. ഇനി അതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് 2 to 4 കണ്ടെത്താൻ പറ്റുമല്ലോ. 2 to 4 എങ്ങനെ കാണാം? 2 to 4 ചേഞ്ച് വെലോസിറ്റി അറിയാം. ചേഞ്ച് വെലോസിറ്റി -10 മീറ്റർ പെർ സെക്കൻഡ്. സോ ചേഞ്ച് വെലോസിറ്റി is ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അതായത് 4 സെക്കൻഡ് വെലോസിറ്റി മൈനസ് 2 സെക്കൻഡ് വെലോസിറ്റി. 4 സെക്കൻഡ് വെലോസിറ്റി ആണ് അവർ കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. വെലോസിറ്റി അറ്റ് 4 സെക്കൻഡ് ആണ് ചോദിച്ചത്. വെലോസിറ്റി അറ്റ് 4 സെക്കൻഡ് മൈനസ് വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് ആണ് എന്ത്? -10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 45/6 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ 4 സെക്കൻഡിലുള്ള വെലോസിറ്റി കാണാം. അത് നിങ്ങൾ എന്താക്കാം? താഴത്ത് പറയാം, കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ നോക്കുന്നത് ആക്സിലറേഷന്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ഇത് മനുഷ്യനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മനുഷ്യൻ ഒരു
ഒരു കോൺക്രീറ്റ് ബ്ലോക്കിനെയോ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്കിനെയോ ഇങ്ങനെ തള്ളണം. അപ്പൊ ഈ തള്ളുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട് ആക്സലേഷൻ ഉണ്ടാവുന്നുണ്ട്. സാർ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം, നോക്കൂ. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. അത് നിങ്ങളുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കും. F=ma. അതിൽ നിന്നും ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ്. അതേപോലെ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കും ആക്സലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഉള്ളത് ആ ഡയറക്ഷനിലാണ് ആക്സലറേഷൻ ഉണ്ടാവുക. നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആക്സലറേഷൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആക്സലറേഷൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ചാപ്റ്ററിൽ നിന്നും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഇയാള് ഇങ്ങോട്ടേക്കാണ് തള്ളുന്നത്. അതാണ് ഞാൻ ചിത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇയാള് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇയാള് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ ഞാൻ ഇങ്ങോട്ട് വരച്ചത്, വലത്തോട്ട് വരച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വെലോസിറ്റി ഈ ഡയറക്ഷനിലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങോട്ടുള്ള വെലോസിറ്റി കൂടാണ് ചെയ്യുക കുറയാണോ ചെയ്യുക? അതായത് ഒരു ബ്ലോക്ക് സിമ്പിളായി ആലോചിച്ചു, ഒരു ബ്ലോക്ക് ഞാൻ ഇങ്ങോട്ട് പിടിച്ച് തള്ളുന്നു. ഈ ബ്ലോക്ക് ആദ്യം പോയിക്കൊണ്ടുള്ളത് 10 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഈ 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് വെലോസിറ്റി എന്താവും? 11, 12, 13 കൂടിയിട്ടില്ല പോകും. ഇങ്ങോട്ട് തള്ളുന്നു കുറഞ്ഞു പോലല്ലോ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി ഇൻക്രീസസ് എന്ന് പറയാൻ പറ്റും, ഇല്ലേ? അപ്പൊ ഇവിടെ വെലോസിറ്റി ആക്ഷൻ സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് എന്ന് പറയും. വെലോസിറ്റി ഇൻക്രീസസ് ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? സ്പീഡ് ഇൻക്രീസ് ചെയ്യും എന്ന് പറയാം. കാരണം വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? സ്പീഡ്. അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് വലത്തോട്ട്, അതാണ് വെലോസിറ്റി. 10 മീറ്റർ പെർ സെക്കൻഡ് അതാണ് എന്ത്? സ്പീഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ വെക്ടർ v ആൻഡ് വെക്ടർ a പാരലൽ ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ പറയും അതുകൊണ്ട് ഇവിടെ സ്പീഡ് ഇൻക്രീസസ്. സാർ എന്തുകൊണ്ട് സാർ വെലോസിറ്റി ഇൻക്രീസസ് എന്ന് പറയാത്തത്? അങ്ങനെ പറയാൻ പറ്റും, ഞാൻ തൽക്കാലം ഇവിടെ സ്പീഡ് ഇൻക്രീസസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരാൾ ഇങ്ങോട്ടേക്കാണ് തള്ളുന്നത്, അതുകൊണ്ട് ആക്സിലറേഷൻ വലത്തോട്ടാണ് ഉണ്ടാവുക. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ആക്ഷൻ ഉണ്ടാവുക. പക്ഷെ വെലോസിറ്റി എങ്ങോട്ടേക്കാണ്? വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഒരു ഒബ്ജക്ട് ഇങ്ങനെ 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വരികയാണ്, ഞാൻ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് തള്ളാണ്. അപ്പൊ ഈ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്താവും? 9, 8, 7, 9 മീറ്റർ പെർ സെക്കൻഡ് ഇടത്തോട്ട്, 8 മീറ്റർ പെർ സെക്കൻഡ് ഇടത്തോട്ട്, അങ്ങനെ കുറഞ്ഞു പറഞ്ഞു പോകും, ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇങ്ങോട്ടുള്ള സ്പീഡ് കുറഞ്ഞു വരാന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? വെക്ടർ v ആൻഡ് വെക്ടർ a. ഇവിടെ എങ്ങനെയുള്ളത്? വെക്ടർ v ആൻഡ് വെക്ടർ a ആന്റി പാരലലാണ്. ആന്റി പാരലൽ ഞാൻ ആരോ മാർക്കാണ് സൂചിപ്പിക്കുകയാണ്. ഒന്ന് മേലോട്ടാണെങ്കിൽ മറ്റൊന്ന് താഴോട്ടാണ്. ഇവിടെ രണ്ടും മേലോട്ടാണ് അല്ലെങ്കിൽ രണ്ടും താഴോട്ടാണ്. ഒന്ന് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. രണ്ടും സെയിം ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ആരോ മാർക്ക് ഒന്ന് മേലോട്ട് താഴോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്പീഡ് ഡിക്രീസസ്. സാർ എന്തുകൊണ്ട് ഇവിടെ വെലോസിറ്റി ഡിക്രീസസ് എന്ന് പറയാത്ത എന്താണ്? അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടെ ഇപ്പം ഒരു ഒബ്ജക്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത് വിചാരിക്കുക. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എന്താവും? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇടത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും -10 മീറ്റർ പെർ സെക്കൻഡ്. -10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇങ്ങോട്ടുള്ള വെലോസിറ്റി എന്ന് പറയും. ഇനി അപ്പൊ നമുക്കിത് -10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പോൾ ഉള്ള വെലോസിറ്റി. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഈ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് വെലോസിറ്റി എന്താ ചെയ്യുക? സ്പീഡ് എന്താ ചെയ്യാം? സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ഒബ്ജക്റ്റ് അവിടെ പോയി കൊടുക്കുന്നത്. ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സ്പീഡ് എന്താവും? ഡിക്രീസ് ആവും. അതായത് സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡ് ആവും, സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് ആവും, അങ്ങനെ കുറഞ്ഞു പോകും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വെലോസിറ്റി എന്താ പറയുക? വെലോസിറ്റി -10, -9, -8 എന്ന് പറയും. അപ്പൊ ഇവിടെ സ്പീഡ് ഡിക്രീസസ് എന്ന് പറയാൻ പറ്റും. പക്ഷെ വെലോസിറ്റി എന്ത് പറയാൻ പറ്റില്ല? ഡിക്രീസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്പർ ലൈനില് നമ്മൾ നോക്കുന്ന സമയത്ത് 0, ഇവിടെ -8, ഇവിടെ -9, ഇവിടെ -10. ഇങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ കൂടി വരാമെന്നും അങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ കുറഞ്ഞു വരാമെന്നാണ് പറയാം.
അപ്പോൾ ഇവിടെ -10, -9, -8, അതായത് ഇങ്ങോട്ടേക്കാണ് വാല്യൂ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ കൂടിയാണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റി പറഞ്ഞ സമയം നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും. വെലോസിറ്റി സ്പീഡ്, വെലോസിറ്റി ഇൻക്രീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും സ്പീഡ് കൊണ്ട് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ മതി, ഇവിടെ സ്പീഡ് ബേസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞാൽ മതി. സ്പീഡ് ബേസ് ചെയ്ത് കാര്യം പറയുമ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ എന്താ പറയുന്നത്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെലോസിറ്റി പറഞ്ഞെങ്കിൽ എന്താ പറഞ്ഞാൽ മതി, വെലോസിറ്റി ടുവാർഡ്സ് ലെഫ്റ്റിലേക്കുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഇവിടെ ഇയാൾ ഇങ്ങോട്ടേക്കാണ് തള്ളുന്നത്, അതുകൊണ്ട് ആക്സലേഷൻ ഇങ്ങോട്ടേക്കാണ്. വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സലേഷൻ ഇങ്ങോട്ട്. അതുകൊണ്ട് സ്പീഡ് എന്താ ഉപയോഗിക്കാം, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങോട്ട് തള്ളും. അതുകൊണ്ട് സ്പീഡ് എന്താവും, ഡിക്രീസ് ചെയ്യും. ഇത് വലത്തോട്ടായതുകൊണ്ട് സ്പീഡും വെലോസിറ്റിയും സെയിം വാല്യൂ ആയിരിക്കും വരാം, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇവിടെ വെലോസിറ്റിയും ആക്സിലറേഷൻ സെയിം ഡയറക്ഷൻ ആണ്. വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. പാരലൽ, വെലോസിറ്റി ആക്സിലറേഷൻ പാരലൽ ആയി കഴിയുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സ്പീഡ് ഇൻക്രീസസ്. വെലോസിറ്റി അങ്ങോട്ട്, ഞാൻ അങ്ങോട്ടേക്കാണ് തള്ളുന്നത്. അതുകൊണ്ട് ആ ഡയറക്ഷനിലുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആവും. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്. ആക്സിലറേഷൻ എന്ത് ഡയറക്ഷൻ ആണുള്ളത്, ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണുള്ളത്. ഇയാൾ എങ്ങോട്ടാണ് തള്ളുന്നത്, ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ആരുണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ റിലേഷൻ നമ്മൾ എന്താ പഠിച്ചത്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അത് പാരലൽ ആവണമെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. വെലോസിറ്റി ആക്സിലറേഷൻ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് പാരലൽ ആവാം, ഒന്ന് എന്താണ്, ആന്റി പാരലൽ ആവാം. പാരലൽ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡ്. നമ്മൾ എന്താ പഠിച്ചത്, ഇവിടെ വെലോസിറ്റി ആക്സിലറേഷൻ പാരലൽ, ഇവിടെ വെലോസിറ്റി ആക്സിലറേഷൻ പാരലൽ. അപ്പോൾ സ്പീഡ് എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സ്പീഡ് ഇൻക്രീസസ്. ഇവിടെ എന്താ വരുന്നത്, സ്പീഡ് ഡിക്രീസസ്. ബാക്കി രണ്ട് കേസിൽ സ്പീഡ്, ഇവിടെ സ്പീഡ് ഡിക്രീസസ്, ഇവിടെ സ്പീഡ് ഡിക്രീസസ്. ഇനി ഇത് ബേസിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ എന്തിനാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യം പഠിച്ച് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ എന്താ കണ്ടത്, സൈൻ ഓഫ് വെലോസിറ്റി സ്പീഡ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം, സൈൻ ഓഫ് ആക്സിലറേഷൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ ഓഫ് വെലോസിറ്റി സൈൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റ് എവിടെ ഉണ്ടാവാം, 0-ന്റെ 90° ഇടയിൽ. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി എന്താണെന്ന് പറയാൻ പറ്റും, പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു dt എലമെന്റ്, ഇവിടെ dt എലമെന്റ്, ഇവിടെ dt എലമെന്റ്. ഈ dt എലമെന്റ് dx മേലോട്ട്, dx മേലോട്ട്, dx മേലോട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, dx/dt. ഇതാണ് dx, ഇവിടെ dx, ഇവിടെ ഇതാണ് dx, ഇതാണ് dt, ഇത് dt, ഇത് dt, ഇത് dt. അപ്പൊ dx/dt ആണ് വെലോസിറ്റി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും, ഇവിടെയുള്ള dx എല്ലാം മേലോട്ടേക്കാണ് പോകുന്നത്. താഴോട്ടേക്കാണ് dx എന്നെങ്കിൽ നെഗറ്റീവ് ആണ്, dx എല്ലാം മേലോട്ടാണ്. അപ്പൊ dx/dt എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സൈൻ വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. അടുത്ത എന്താ ചോദിക്കുന്നത്, സ്പീഡ് ഇൻക്രീസ് ചെയ്യണോ സ്പീഡ് ഡിക്രീസ് ചെയ്യണോ. വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആര്, സ്പീഡ്. അപ്പൊ വെലോസിറ്റിയോട് എന്താ ചെയ്യുന്നത് നോക്കിയേ, വെലോസിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. കാരണം എന്താ, dx/dt dx കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ dx കൂടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ dx/dt കൂടും. dx/dt കൂടിയാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡ് കൂടുന്നു പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ. എന്താ ഞാൻ പറഞ്ഞത്, വെലോസിറ്റി dx/dt ആണ്. dx കൂടിയാൽ dx/dt ആയിട്ടുള്ള വെലോസിറ്റി കൂടും. വെലോസിറ്റി dx/dt ആണ്. dx കൂടിയാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ സ്പീഡ് കൂടും. കാരണം വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്. അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഇനി നിങ്ങൾ പറഞ്ഞ സൈൻ ഓഫ് ആക്സിലറേഷൻ എന്തായിരിക്കും, ആക്സിലറേഷന്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും. സോ അതെങ്ങനെ പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് എന്താ ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പൊ ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെയും ഡയറക്ഷൻ സെയിം ആണ്.
വെലോസിറ്റി ഡയറക്ഷൻ ഇവിടെ എന്താണ് പോസിറ്റീവ്, അതുകൊണ്ട് ആക്സിലറേഷൻ ഡയറക്ഷൻ എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം, കാരണം അതുകൊണ്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഡി ടി ഇനി ഇവിടെ നോക്കുമ്പോൾ ഡി എക്സ് മേലോട്ട് അപ്പോൾ ഡി എക്സ് മേലോട്ട് ആയി കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി പോസിറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഇനി ഡി എക്സിന്റെ ലെങ്ത് എന്താ ചെയ്യുന്നത്, കുറഞ്ഞു പോവാണ് അല്ലേ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞു പോകും, അതായത് വെലോസിറ്റി കുറഞ്ഞു പോവാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്പീഡ് കിട്ടും, സ്പീഡ് എന്താ ചെയ്യുന്നത് കുറഞ്ഞു പോവാണ്, അതുകൊണ്ട് ഇവിടെ ഡിക്രീസ് ചെയ്യും. ഇനി നിങ്ങൾ ആക്സിലറേഷൻ സൈൻ പറഞ്ഞാൽ ഇവിടെ സ്പീഡ് ഡിക്രീസ് ചെയ്യാം അല്ലെ. സ്പീഡ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യാം, വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി പോസിറ്റീവോ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ സ്പീഡ് കുറഞ്ഞു പോകും. അപ്പൊ ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് ആക്ഷൻ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കും. വെലോസിറ്റി പോസിറ്റീവും ആക്സിലറേഷൻ നെഗറ്റീവും ആകുമ്പോഴാണ് സ്പീഡ് എന്ത് ചെയ്യുക ഡിക്രീസ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡി ടി എടുക്കുക, ഡി എക്സ് താഴോട്ട്. ഇവിടെയും നമുക്ക് ഡി ടി എടുക്കാം, ഡി എക്സ് താഴോട്ട്, ഡി ടി എടുക്കാം, ഡി എക്സ് താഴോട്ട് അല്ലേ. ഇവിടെ ഡി ടി ഡി എക്സ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സൈൻ ഓഫ് വെലോസിറ്റി എന്താണ് ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇവിടെ ഡി എക്സ് എല്ലാം നെഗറ്റീവ് ആണ് വരുന്നത് അല്ലേ. ഡി എക്സ് താഴോട്ട് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് വെലോസിറ്റി എന്താണ് നെഗറ്റീവ് ആണ്. ഇനി സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ, സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ. ഇവിടെ ഏതിനായിരിക്കും ഈ മൂന്ന് വാല്യൂസ് നോക്കി, ഇതിൽ ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. ഇവിടെ നമുക്ക് -1 എന്ന് പറഞ്ഞു, ഇവിടെ -2, ഇവിടെ -3 എന്നല്ല പറയാം അല്ലേ. അങ്ങനെ ആയിരിക്കാം, കാരണം എന്താ ഈ ഡി എക്സ് ഇവിടെ കുറവാണ്, അതുകൊണ്ട് ഇവിടെ വാല്യൂ കുറവായിരിക്കും, പക്ഷെ നെഗറ്റീവ് ആയിരിക്കും സൈൻ. ഇവിടെ ഡി എക്സ് കൂടുതലാണ്, അതുകൊണ്ട് 2 ആയിരിക്കും വാല്യൂ, പക്ഷെ താഴോട്ടായതുകൊണ്ട് -2 വരും. ഇവിടെ ഡി എക്സ് കൂടുതലാണ്, അതുകൊണ്ട് 2-നേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂ ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ 3 എന്ന് പറഞ്ഞു. പക്ഷെ ഡി എക്സ് താഴോട്ടായതുകൊണ്ട് നമ്മൾ -3 എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. അപ്പൊ സ്പീഡ് എന്താവും 1, 2, 3. അപ്പൊ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ സ്പീഡ് ഡിക്രീസ് ചെയ്യാനോ, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. ക്ലിയർ അല്ലേ. അപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. സ്പീഡ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക, വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ വെലോസിറ്റിയുടെ സിമ്പൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ സിമ്പൽ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം. വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാകുമ്പോഴാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വെലോസിറ്റി അതേ സിമ്പൽ ആയിരിക്കണം ആക്സിലറേഷൻ. വെലോസിറ്റി സിമ്പൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ സിമ്പൽ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഡി ടി ഡി എക്സ് നോക്കാം. ഇവിടെ ഡി ടി ഡി എക്സ് മേലോട്ട് ഡി എക്സ് മേലോട്ട്. അപ്പം ഇവിടെ വെലോസിറ്റിന്റെ സൈൻ എന്തായിരിക്കും, ഡി എക്സ് മേലോട്ടല്ലല്ലോ വരാം അല്ലെ, താഴോട്ടല്ല അല്ലേ, സോറി. ഇങ്ങനെ ഫസ്റ്റത്തെ പോയിന്റ് എപ്പോഴും ഇത് എടുക്കണം, രണ്ടാമത്തെ പോയിന്റ് ഈ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡി ടി ഇങ്ങോട്ടൊക്കെ, ഡി എക്സ് ഇങ്ങോട്ടൊക്കെ അല്ലേ. ഡി ടി ഡി എക്സ് അത് ഇങ്ങനെയാണ്. അതായത് ഡി ടി എന്ന് പറയുന്നത് വലത്തോട്ടായി എടുക്കണം, ഡി എക്സ് താഴോട്ട് എടുക്കും. വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് ഡി എക്സ് താഴെ വലത്തോട്ട് എടുത്താണ്, അങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എക്സ് താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഡി എക്സ് താഴോട്ട് പോയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഡി എക്സിന്റെ വാല്യൂ കുറഞ്ഞു പോവാണ്. അപ്പം ഈ വെലോസിറ്റിന്റെ വാല്യൂസ് -3, ഇവിടെ -3 ഉണ്ടാവും, ഇവിടെ -2 ഉണ്ടാവും, ഇവിടെ -1 ആയിരിക്കും അല്ലേ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, -3, -2, -1 ആയിരിക്കും. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. അപ്പോൾ സ്പീഡ് എന്താവും 3-2-1 എന്നാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞാണ് സ്പീഡ് ഇവിടെ ഡിക്രീസ് ചെയ്യാം. അപ്പം നിങ്ങൾ പറഞ്ഞു വെലോസിറ്റി നെഗറ്റീവും സ്പീഡ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക, വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വെലോസിറ്റി നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കണം, അപ്പോഴാണ് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആക്സിലേഷൻ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കൂടി ആഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് 3 അങ്ങനെ, പക്ഷേ ആക്സിലേഷൻ എന്താ സംഭവിക്കുന്നത് കൂടി പറയാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് എന്താണ് സൈൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി സൈൻ എന്താ ഗ്രാഫിൽ തന്നെ പറയാൻ പറ്റും. വെലോസിറ്റി എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈമിലുള്ള വെലോസിറ്റി നോക്കി, ഏതെങ്കിലും ഒരു ടൈമിലുള്ള വെലോസിറ്റി നോക്കാം, അത് പോസിറ്റീവ് വാല്യൂ എടുക്കുന്നത്. അതൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഏത് ഭാഗത്ത് നിൽക്കുന്ന വെലോസിറ്റി പോസിറ്റീവ് ആണ്. അടുത്തത് എന്താണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യണോ. ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്, വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് എന്ത് സ്പീഡ് കിട്ടും. അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ. അടുത്തത് എന്താണ് സൈൻ ഓഫ് ആക്സിലേഷൻ. ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആര്, ആക്സിലേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ആക്സിലേഷൻ എന്ന് പറയാൻ പറ്റും. ആക്സിലേഷൻ എന്ത് പറയാൻ പറ്റും നോക്കാം. ഇവിടെ നമ്മൾ ഡി ടി ഡി വി ഡി ടി ഡി വി ഡി ടി ഡി വി രണ്ടെണ്ണം നോക്കാം. അപ്പോൾ ഡി ടി ഡി വി നോക്കി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡി വി മേലോട്ടേക്കാണ് അല്ലേ. അതേപോലെ ഡി വിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. ഇതാണ് ഡി വി. ഡി വിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഡി വിന്റെ വാല്യൂ കൂടുന്നുണ്ട്, അത് മേലോട്ടേക്കാണ് അല്ലേ. അപ്പോൾ ഡി വി മേലോട്ടേക്കാണെങ്കിൽ ഡി വി ബൈ ഡി ടി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ആക്സിലേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം. ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഡി വിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യാണ് എന്ന് നമുക്ക് പറയാം. ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യാണെന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ ആക്സിലേഷന്റെ ഈ വാല്യൂ, ആക്സിലേഷൻ സൈൻ എങ്ങനെയും പറയാൻ നമുക്ക് പറ്റാം. നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യാം, വെലോസിറ്റിക്കും ആക്സിലേഷനും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആക്സിലേഷൻ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വെലോസിറ്റി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻ വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. കാരണം ഇവിടെല്ലാം വെലോസിറ്റി വാല്യൂസ് വരുന്നത് പോസിറ്റീവ് വാല്യൂ, 0 നിന്ന് ഇങ്ങോട്ടൊക്കെ വരും. താഴോട്ടൊക്കെയാണ് ഗ്രാഫ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. ഇവിടെ എല്ലാ ക്വസ്റ്റ്യനും വെലോസിറ്റി എന്താകുന്നത്, പോസിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കിയാൽ മതി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം, ഇതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, വെലോസിറ്റി പോസിറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് തന്നെയായിരിക്കും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് എന്ത് പറയാം, സ്പീഡും ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ എന്താണ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്യണം, അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യണം, ഇവിടെ ഡിക്രീസ് ചെയ്യണം. ഇവിടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യണം, അതുകൊണ്ട് സ്പീഡ് ഇവിടെ ഡിക്രീസ് ചെയ്യണം. ഓക്കെ. ഇത് ഞാൻ വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാറ്റ് എടുക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് വെലോസിറ്റി താഴോട്ടേക്കാണെങ്കിൽ മാറ്റ് എടുക്കുമ്പോൾ സ്പീഡ് ടൈം ഗ്രാഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഈ സൈൻ ഓഫ് ആക്സിലേഷൻ. ആക്സിലേഷൻ സൈൻ എന്താണ്. അപ്പോൾ നമുക്കിവിടെ ഡി ടി ഡി വി മേലോട്ട്, ഡി ടി ഡി വി മേലോട്ട്, ഡി ടി ഡി വി മേലോട്ട്. ഇവിടെ ഡി ടി ഡി വി താഴോട്ട്, ഡി ടി ഡി വി താഴോട്ട്, ഡി ടി ഡി വി താഴോട്ട്. ഇവിടെ ഡി ടി ഡി വി താഴോട്ട്, ഡി ടി ഡി വി താഴോട്ട്, ഡി ടി ഡി വി താഴോട്ട്. ഓക്കെ. അപ്പം ആക്സിലേഷൻ സൈൻ എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്, സ്പീഡ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യാം, വെലോസിറ്റി മാക്സിമം സെയിം ഡയറക്ഷൻ. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലേഷൻ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയും പറയാം, ഇവിടെ ഡി വി മേലോട്ടേക്കാണ് പോകുന്നത്, അവിടെ ഡി വി ബൈ ഡി ടി ആക്സിലേഷൻ പോസിറ്റീവ് ആയിരിക്കണം, കാരണം ഡി വി പോസിറ്റീവ് ആണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഡി വി താഴോട്ടേക്കാണ്, അപ്പോൾ ഡി വി ബൈ ഡി ടി ആക്സിലേഷൻ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സ്പീഡ് ഡിക്രീസ് ചെയ്യാണ്. സ്പീഡ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യാം, ആക്സിലേഷൻ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആക്സിലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, അതായത് നെഗറ്റീവ് ആയിരിക്കണം. ഇനി ഇവിടെ പറഞ്ഞേ, ഇവിടെ ഡി വി താഴോട്ടേക്കാണ്, അതുകൊണ്ട് ആക്ഷൻ നെഗറ്റീവ് ആയാലും ഡയറക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഇവിടെ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സ്പീഡ് ഡിക്രീസ് ചെയ്യുക, വെലോസിറ്റിയും ആക്സിലേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ വെലോസിറ്റി എന്താണ്, പോസിറ്റീവ്, ആക്ഷൻ എന്തായിരിക്കണം, നെഗറ്റീവ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ഈ 3 ക്വസ്റ്റ്യനും ആക്ഷൻ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡി വിയുടെ വാല്യൂ കുറഞ്ഞ് വരികയാണ്, അതുകൊണ്ട് ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്തു പോവുകയാണ്. ഇവിടെ ഡി വിയുടെ വാല്യൂ കൂടി വരികയാണ് അല്ലേ.
ഡി വിയുടെ വാല്യൂ കൂടി പോവാണ്. അതുകൊണ്ട് ആക്സിലറേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൂടി വരാണെന്ന് പറയാൻ പറ്റും. ആക്സിലറേഷൻ കൂടി പോവാണ്. ആക്സിലറേഷൻ കൂടുന്നുണ്ട്, പക്ഷെ അത് എങ്ങോട്ടേക്കാണ് കൂടുന്നത്, ഈ ഇടത്തോട്ടാണ് കൂടുന്നത്. അത് ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ ഇവിടെ -1 -2 എന്ന് പറഞ്ഞാൽ കൂടുന്നത്, അതായത് ഇടത്തോട്ടാണ് കൂടുന്നത്. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ലെഫ്റ്റ് സൈഡ്, പിന്നെ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ലെഫ്റ്റ് സൈഡ്, 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ലെഫ്റ്റ് സൈഡ്, അങ്ങനെയാണ് കൂടുന്നത്. ഓക്കെ, നമ്പർ ബേസ് ചെയ്യുകയാണെങ്കിൽ തെറ്റായി പോകും. നമ്പർ നമ്പർ പറയുമ്പോൾ എന്താ പറയുക, -1 -2 -3, പക്ഷെ അത് കുറഞ്ഞു പോകാന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇൻക്രീസസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അതിനുശേഷം ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡി വി കുറഞ്ഞു പോവാണ്. ഡി വി കുറഞ്ഞു പോകുമ്പോൾ ആക്സിലറേഷൻ നമുക്ക് ഇത് പറയാൻ പറ്റും, കുറഞ്ഞ് പോവാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിങ്ങനെ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ശരിക്കത്തെ എക്സാമിൽ വളരെ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സിമ്പിളായി എന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ അടുത്ത ദിവസം നോക്കാം, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഫ്രം ദ ഫോളോയിങ് ഗ്രാഫ്സ്. കുറച്ച് ഗ്രാഫ് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടെത്തണം, അതിൻ്റെ ആക്സിലറേഷൻ ഡയറക്ഷൻ കാണും. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്ത് ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതെന്ത് ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതെന്ത് ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ 3 ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫാണ്. നമ്മൾ ആക്സിലറേഷൻ ഡയറക്ഷൻ കാണണം. ഓക്കെ, ആക്സിലറേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആരുടെ ഡയറക്ഷനാണ് ഉണ്ടാകും, ഫോഴ്സിന്റെ ഡയറക്ഷനാണ് ഉണ്ടാകും. അതായത് ആക്സിലറേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം, ആലോചിച്ച് വെക്കാം. ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുഷ് ഓർ പുള്ള്, ഉന്തുക അല്ലെങ്കിൽ വലിക്കുക, ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. ഞാൻ ഇങ്ങോട്ടേക്കാണ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. ഞാൻ മേലോട്ട് ഉന്താണെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, മേലോട്ടാണ്. ഞാൻ താഴോട്ട് വലിക്കുമ്പോൾ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്, താഴോട്ടാണ്. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. സാർ എന്താ കാരണം, അത് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അത് ഓർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കി, ഈ പോയിന്റ് ഞാനൊരു ടാൻജന്റ് വരയ്ക്കാം. എന്തിനാണ് ടാൻജന്റ് വരയ്ക്കുന്നത്, ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജന്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ആ പാസ് ചെയ്ത് പോകുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിനേക്കാളും മുകളിലാണ് ആ ആംഗിൾ. അതായത് ഈ വെലോസിറ്റി, ഈ പോയിന്റിലെ വെലോസിറ്റി എന്താണ്, നെഗറ്റീവ്. പോയിന്റ് എയിലുള്ള വെലോസിറ്റി എന്താണ്, നെഗറ്റീവ് ആണ്. ഇനി പോയിന്റ് ബി നോക്കിയേ, പോയിന്റ് ബി ഈ ലാസ്റ്റുള്ള പോയിന്റ്, ഏറ്റവും താഴത്തുള്ള പോയിന്റ് ബിയിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജന്റ് എന്താ സംഭവിക്കുന്നത്, നേരെ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടൊരു ലൈനാണ് വരുന്നത്, അല്ലേ, ഹോറിസോണ്ടൽ ലൈനാണ് വരുന്നത്. അപ്പൊ അവിടെ ബി എന്ന് പറഞ്ഞാൽ എത്രയാവും, ബിയിലുള്ള വെലോസിറ്റി എത്രയാവും, വെലോസിറ്റി 0 ആവും. ഇനി പോയിന്റ് സി നോക്കാം, ഇതാണ് പോയിന്റ് സി. പോയിന്റ് സിയിൽ നമ്മൾ ടാൻജന്റ് വരച്ച്, പോയിന്റ് സിയിൽ ടാൻജന്റ് വരച്ചാൽ ഇങ്ങനെ വരും. ഇതാണ് പോയിന്റ് സിയിൽ വരച്ച ടാൻജന്റ്. ഇതാണ് പോയിന്റ് സിയിലുള്ള ആംഗിൾ. ആ ആംഗിൾ എന്താണ്, 90േക്കാളും കുറവാണ്. അതായത് പോയിന്റ് സിയിലുള്ള വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. പോയിന്റ് സിയിലുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആദ്യം എന്താ സംഭവിക്കുന്നത്, ആദ്യം വെലോസിറ്റി നെഗറ്റീവ് ആണ്. ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കാണ് വെലോസിറ്റി. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി എന്തായി, അത് കഴിഞ്ഞ് വെലോസിറ്റി 0 ആയി. അതായത് ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി എന്തായി, അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി എന്തായി, പോസിറ്റീവായി. സിയിൽ പോസിറ്റീവായി. ഇങ്ങോട്ടേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഓരോരോ ഡിഫറെന്റ് ടൈമിൽ, എയിലെത്തുമ്പോൾ സ്പെസിഫിക് ടൈമുണ്ട്, ബിയിലെത്തുമ്പോൾ സ്പെസിഫിക് ടൈമുണ്ട്, സിയിൽ സ്പെസിഫിക് ടൈമുണ്ട്. അപ്പൊ ടൈം ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ബിയിലെത്തുന്ന സമയത്ത് എന്തായി, വെലോസിറ്റി 0 ആയി. അതിനുശേഷം വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്, പോസിറ്റീവായി. അത് എപ്പോഴാണ് സംഭവിക്കാം, ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഇടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് പോകും.
അതിനുശേഷം ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോയി. അതെപ്പോഴാണ് പോവാ? ഇങ്ങോട്ട് വന്നപ്പോൾ ഒബ്ജക്റ്റ് എന്തായി? വെലോസിറ്റി ഉണ്ടായിരുന്നു, അത് വെലോസിറ്റി 0 ആയി. അതിനുശേഷം ഇങ്ങോട്ട് പോയി. അതെപ്പോഴാണ് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫോഴ്സ് ഈ ഡയറക്ഷൻ ഉണ്ടാവും. ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ പറഞ്ഞാൽ മനസ്സിലാവും. ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിന് സംഭവിക്കണം ഫോഴ്സ് ഈ ഡയറക്ഷൻ കൊടുക്കണം. ഫോഴ്സ് ഈ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാം ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ട് റെസ്റ്റിലേക്ക് വരും. റെസ്റ്റിൽ നിന്നിട്ട് ഇവിടെ നിൽക്കോ ഇല്ല, അപ്പോഴും ഫോഴ്സ് എങ്ങോട്ടുണ്ട്? ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കാരണമായിട്ട് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇങ്ങനെ ഇങ്ങോട്ടുള്ള വെലോസിറ്റി -5 ആണെങ്കിൽ അത് -4, -3, -2, -1, 0. അതിനുശേഷം ഫോഴ്സ് ഇപ്പോഴും ഇങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ 1, 2, 3 എന്ന വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ആക്സിലറേഷൻ എന്താണ്? പോസിറ്റീവ് ആണ് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഈ കേസിൽ എന്തായി? ആക്സിലറേഷൻ പോസിറ്റീവ് ആയി. കാരണം വെലോസിറ്റി ആദ്യം നെഗറ്റീവ്, പിന്നെ വെലോസിറ്റി 0 ആയി, പിന്നെ വെലോസിറ്റി പോസിറ്റീവ് ആയി. അതിന് ഫോഴ്സ് എന്ത് ചെയ്യണം? ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ആക്സിലറേഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. ആക്സിലറേഷൻ ഈസ് ടുവാർഡ്സ് റൈറ്റ്. ആക്സിലറേഷൻ ഈസ് ടുവാർഡ്സ് റൈറ്റ്. അതായത് ആക്സിലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അത് ആലോചിച്ച് വെക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 പോയിന്റ് നോക്കണം. പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി. പോയിന്റ് എയിൽ ടാൻജന്റ് വരച്ച് പോയിന്റ് എയിൽ ടാൻജന്റ് വരയ്ക്കും ഇങ്ങനെയാണ്. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയേക്കാളും കുറവാണ്. അതുകൊണ്ട് പോയിന്റ് എയിലുള്ള വെലോസിറ്റി നിങ്ങൾ എന്ത് പറയും? വെലോസിറ്റി നെഗറ്റീവ് പറയോ, 0 പറയോ, പോസിറ്റീവ് പറയോ? 90-നെക്കാളും കുറവാകുമ്പോൾ വെലോസിറ്റി എന്താവും? പോസിറ്റീവ് ആകും. ഇനി പോയിന്റ് ബി നോക്കിയേ. പോയിന്റ് ബിയിലെ വെലോസിറ്റി എന്താണ്? പോയിന്റ് ബിയിൽ നമ്മൾ ടാൻജന്റ് വരച്ച് വയ്ക്കുക. പോയിന്റ് ബിയിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഹോറിസോണ്ടൽ ലൈനാണ് വരുന്നത്. അതുകൊണ്ട് പോയിന്റ് ബിയിലുള്ള വെലോസിറ്റി 0 ആണ്. പോയിന്റ് സി പറഞ്ഞ് പോയിന്റ് സിയിൽ ടാൻജന്റ് വരച്ച് പോയിന്റ് സിയിൽ ടാൻജന്റ് വരച്ചേ. പോയിന്റ് സിയിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ പോയിന്റ് സിയിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആംഗിളാണ് മക്കളെ വരുന്നത്. ആ ആംഗിൾ 90 ഡിഗ്രിയേക്കാളും മേലെയാണ്. 90 ഡിഗ്രിയേക്കാളും മേലെയായാൽ ആ വെലോസിറ്റി എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആണ് മക്കളെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം വെലോസിറ്റി പോസിറ്റീവ്, അതിനുശേഷം വെലോസിറ്റി 0, അതിനുശേഷം വെലോസിറ്റി നെഗറ്റീവ്. അതായത് ആദ്യം ഒബ്ജക്റ്റ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട്, പോസിറ്റീവ് ഡയറക്ഷൻ, റൈറ്റ് സൈഡ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെലോസിറ്റി പോസിറ്റീവ് ആണ് ആദ്യം. അതിനുശേഷം വെലോസിറ്റി എന്തായി? ഒബ്ജക്റ്റ് ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷൻ നീങ്ങി വരാം. അതിനുശേഷം വെലോസിറ്റി എന്തായി? 0 ആയി അല്ലേ? പോസിറ്റീവ് പിന്നെ 0, പിന്നെ അതിനുശേഷം എന്താ വെലോസിറ്റി നെഗറ്റീവ്. അതായത് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീങ്ങും. അതായത് ഒബ്ജക്റ്റ് ഇങ്ങനെ സ്പീഡ് വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. അതിനുശേഷം വെലോസിറ്റി ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യണം. പിന്നെ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഒബ്ജക്റ്റ് ഇങ്ങനെ സ്പീഡ് കുറഞ്ഞ് 0 ആയി. അതിനുശേഷം ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതെപ്പോഴാണ് സംഭവിക്കുക? പറഞ്ഞ് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി കുറഞ്ഞ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. പിന്നെ ഫോഴ്സ് ഇങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീങ്ങും അല്ലേ? അപ്പൊ ഈ ഫോഴ്സ് ഇങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യും. ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. അതായത് ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ എന്താണ്? ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. ആക്സിലറേഷൻ ടുവാർഡ്സ് ലെഫ്റ്റ്. ആക്സിലറേഷൻ നെഗറ്റീവ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഈ കേസ് പറഞ്ഞേ. ഈ കേസിൽ നമ്മൾ എവിടെ ടാൻജന്റ് വരച്ചാലും ഈ പോയിന്റ് എവിടെ ടാൻജന്റ് വരച്ചാലും അതെന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് കിട്ടുക. അതന്നെയായിരിക്കും അതിന്റെ ടാൻജന്റ്. അതുകൊണ്ട് ഇവിടെ എല്ലാം വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താവും? 0 ആവും. ആക്സിലറേഷൻ ഇല്ല എന്നിട്ടല്ല ഡയറക്ഷൻ പറയുന്നത്. ആക്സിലറേഷൻ ഇല്ലയോ? ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി ആക്സിലറേഷൻ 0 ആവല്ലേ? ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് dv/dt. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി dv എന്താവും? 0 ആവും. അപ്പൊ 0/dt എന്താവും? 0 ആവല്ലോ. മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് ഓർ പുൾ. ഇനി ഒരു ടെക്നിക്ക് പറഞ്ഞത്. എടാ പൊസിഷൻ ഡയഗ്രാഫിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്താ ആലോചിച്ചാൽ മതി? പൊസിഷൻ ഡയഗ്രാഫിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ ഇതാണ്ടോ അതായത് ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ എന്താവും? നോക്കിയേ,
ഇവിടെ ഗ്രാഫ് ചിരിക്കുകയല്ലേ, ചിരിക്കുന്നതാണെങ്കിൽ ആക്ഷൻ എന്തായി പോസിറ്റീവായി. പോസിറ്റീവാണ്, പോസിറ്റീവ് ചിരിക്കുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എന്തായി പോസിറ്റീവായി. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ എന്താകും? അടുത്ത ഈ കരഞ്ഞു കഴിയുമ്പോൾ നോക്കി ജിങ് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എന്താവും? നെഗറ്റീവാകും. കരഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എന്താവും? നെഗറ്റീവാകും. അപ്പോൾ നിങ്ങൾ പൊസിഷൻ ഡയഗ്രാഫിൽ എപ്പോഴും ഇങ്ങനെ പാരബോളിക് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രാഫ് വരാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ എന്ത് പറഞ്ഞാൽ ഇത് എന്താണ് ആക്സിസ് എന്താണ് ഇവിടെ നെഗറ്റീവാണ്, ഇങ്ങനെ വന്ന ആക്ഷൻ എന്താണ് പോസിറ്റീവാണ്. അപ്പോൾ അത് ആലോചിച്ചത്. ചിരിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ ഡയഗ്രാഫിൽ എന്താണ്? ആക്സിസിൻ പോസിറ്റീവാണ്. കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ പൊസിഷൻ ഡയഗ്രാഫിൽ ആക്സിസ് എന്താണ്? നെഗറ്റീവാണ്. ആ കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പൊസിഷൻ ഡയഗ്രാഫ് ഓഫ് സം മോഷൻസ് ആർ ഷോൺ ഫോർ വിച്ച് ആക്സിഷൻ ഈസ് കോൺസ്റ്റന്റ്. ഈ കാര്യം ശ്രദ്ധിക്കുക, ആക്സിഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഡ്രോ വെലോസിറ്റി ഡയഗ്രാഫ് ആൻഡ് ആക്ഷൻ ഡയഗ്രാഫ് ഓഫ് ദീസ് മോഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിഷൻ കോൺസ്റ്റന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ ആക്ഷൻ ഡയഗ്രാഫ് നോക്കാം. അപ്പോൾ ഇവിടെ പൊസിഷൻ ഡയഗ്രാഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. പൊസിഷൻ ഡയഗ്രാഫിൽ ഇയാൾ എന്താ ചെയ്യുന്നത്? ചിരിക്കുകയാണ് ചെയ്യുന്നത്. ചിരിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ ഡയഗ്രാഫ് ചിരിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ ഡയഗ്രാഫ് എന്താണ്? പോസിറ്റീവ് ആകും. പൊസിഷൻ ഡയഗ്രാഫ് ചിരിച്ചാൽ ആക്ഷൻ ഡയഗ്രാഫ് പോസിറ്റീവ് ആകും. മോൻ ചിരിച്ചാൽ വാപ്പക്ക് സന്തോഷം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്ഷൻ ഡയഗ്രാഫ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പൊ T1 ഞാൻ പറയാണ് ആക്ഷൻ ഡയഗ്രാഫിന്റെ വാല്യൂ ഇവിടെയാണ് വരുന്നത്. ഇവിടെ 0, 1, 2 ആക്ഷൻ 2 ആയിട്ടാണ് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണ് T1 ആക്ഷൻ 2 ആണെങ്കിൽ T2 ആക്ഷൻ എന്തായിരിക്കും? T2 ആക്ഷൻ 2 തന്നെ ആയിരിക്കും. സാർ അതെങ്ങനെ 2 എന്നാണെന്ന് മനസ്സിലായത്? 2 എന്നാണെന്ന് വിചാരിച്ചാൽ ഞാൻ കോൺസ്റ്റന്റ് എന്നാണ് ഉദ്ദേശിച്ചത്. 2 ആണ് തൽക്കാലം ഈ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ T2 ഈ വാല്യൂ 2 എന്നായിരിക്കും. സാർ അതെങ്ങനെ മനസ്സിലായത്? കാരണം ആക്സിഷൻ ടൈം ഗ്രാഫ് കോൺസ്റ്റന്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ T3 ആക്സിഷൻ ടൈം ഗ്രാഫ് ആക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെയും 2 എന്നായിരിക്കും. 2 എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം? ആക്ഷൻ ഡയഗ്രാഫ് ഇങ്ങനെയുള്ള ഒരു ഹോറിസോണ്ടൽ ലൈൻ ആണ് കിട്ടും. ഇതാണ് ആക്ഷൻ ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ആ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആക്ഷൻ ഡയഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇയാളിൽ എന്താ ചെയ്യുന്നത്? ഇയാളിൽ കരയാണ്. മോനിച്ച് കരഞ്ഞ വാപ്പക്ക് എന്താവും? വാപ്പ നെഗറ്റീവ് അടിക്കും. അപ്പൊ ഇവിടെ ആക്ഷൻ ഡയഗ്രാഫ് എന്തായി? നെഗറ്റീവ് ആയി. അപ്പൊ ഇവിടെയും ആക്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ആക്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരും. T1 ആക്ഷൻ നെഗറ്റീവ് ആണ്, T2 ആക്ഷൻ നെഗറ്റീവ് ആണ്, T3 ആക്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ ഈ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഇത് T2 മേലെയോ T2 ഇതിന്റെ താഴെയോ പോകില്ല, T3 താഴെയോ മേലെയോ പോകില്ല. കാരണം ഇത് കോൺസ്റ്റന്റ് സെയിം വാല്യൂ ആണ് വരും. ഓക്കെ, ഇനി അടുത്ത ഗ്രാഫ് നിങ്ങൾ പറഞ്ഞേ. ഇതിലിങ്ങനെയാണ് കുറച്ചിങ്ങനെ ചെരിഞ്ഞിരിക്കണം അല്ലേ? ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ആക്ഷൻ ഡയഗ്രാഫ് നമുക്ക് എന്ത് വരും? ഇവിടെ എന്താ ടൈം എന്തായിരുന്നു? 0. ടൈം 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ T3 T1 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ വരയ്ക്കുന്ന സമയത്ത് പൊസിഷൻ ഡയഗ്രാഫിൽ നമ്മൾ T1 സ്റ്റാർട്ട് ചെയ്ത് T3 എൻഡ് ചെയ്യും. ഇവിടെ അതുകൊണ്ട് ആക്ഷൻ ഡയഗ്രാഫ് T1 സ്റ്റാർട്ട് ചെയ്ത് T3 എൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ടൈം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രാഫ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്ഷൻ ഡയഗ്രാഫ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ഷൻ കോൺസ്റ്റന്റ് ആയി എവിടെ വരെ പോകുന്നത്? T1 വരെ പോകുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർ സംശയം ഉണ്ടാവും, സാർ പൊസിഷൻ 0 ആവുന്ന സമയത്ത് ആക്സിഷൻ ഉണ്ടാവും. പൊസിഷൻ 0 ആയി കഴിഞ്ഞാൽ ആക്സലേഷൻ ഉണ്ടാവും. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റ് ഇവിടെ 0 പൊസിഷനിൽ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ എന്താക്കേണ്ടത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ആക്സിഡന്റ് ഉണ്ടാവും. ഇത് നീങ്ങിയോ? ആ സമയത്ത് ഇടിച്ച പാടത്തിന് നീങ്ങിയോ? ഇല്ല. പക്ഷേ ആക്സലേഷൻ ഉണ്ടാവും അല്ലേ? ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സലേഷൻ ഉണ്ടാവും. ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആക്ഷൻ ഡയഗ്രാഫ് എന്താവും? നെഗറ്റീവ് ആവും. ആക്ഷൻ ഡയഗ്രാഫ് നെഗറ്റീവ് ആണ്. 0 എന്ന് തുടങ്ങിയിട്ടാണ് പോകുന്നത്. 0 എന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താ? പൊസിഷൻ ഡയഗ്രാഫ് 0 ആണുള്ളത്. അപ്പം ആ ടൈമിൽ തന്നെ 0th സമയത്ത് തന്നെ ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി അടുത്ത ഗ്രാഫ് നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞത് എന്താ? ചിരിക്കാണ് കരയാണ്? ചിരിക്കാണോ കരയാണ്? മോന് കരയാണ് അല്ലേ? മോൻ കരഞ്ഞാൽ വാപ്പ എന്താവും? വാപ്പക്കും സങ്കടം. വാപ്പ അപ്പൊ മോൻ കരഞ്ഞോണ്ട് വാപ്പ കരയാണ്. വാപ്പ കരയുമ്പോൾ നെഗറ്റീവ് വരും. പൊസിഷൻ 0 ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ടൈം T1 സമയത്ത് കോൺസ്റ്റന്റ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ്, നെഗറ്റീവ് ആണ് ആക്സിലേഷൻ വരാം. ഇവിടെ ആക്ഷൻ എന്താ വരാം? ഇവിടെ ആക്സിലേഷൻ പോസിറ്റീവ് ആണ്.
പോസിറ്റീവ് ആകുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. സാർ ഇതെങ്ങനെ കിട്ടി? ഇതെങ്ങനെ T1 വരെ പോകും. ഇവിടെ 0 സെക്കൻഡ് പൊസിഷൻ അതുകൊണ്ട് ഇവിടെ 0 എന്ന് തുടങ്ങി. ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ തുടങ്ങിയില്ല. ഇവിടെ നോക്കും, ഇവിടെ ഞാൻ T1 മുതൽ T3 വരെ അല്ലേ, ഇവിടെ T1 മുതൽ T3 വരെ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ആക്ഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഈ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതോടെ നമുക്ക് ആക്ഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് വിവരം കിട്ടിയ എന്താണ്? അത് ഹോറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും, അതൊരു ലൈൻ ആയിരിക്കും അല്ലേ. എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. അപ്പോൾ നമുക്ക് പറയാം if acceleration is constant, acceleration constant ആണെങ്കിൽ, if acceleration is constant, നമുക്ക് എന്ത് പറയാൻ പറ്റും? acceleration constant ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? vt graph is a straight line. vt graph is a straight line പറയാൻ പറ്റും. ആക്ഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ vt ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. കാരണം എന്താ? കാരണം സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എടാ vt ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? നോക്കുക, ഇങ്ങനെ vt ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? vt ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ. ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കണം. സ്ലോപ്പ് ആയിരിക്കും കോൺസ്റ്റന്റ് ആവുക? സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പോഴാണ് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആക്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്ന എല്ലാ ഗ്രാഫിലും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എല്ലാ ഗ്രാഫ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റത്തെ ഗ്രാഫ് എങ്ങനെ വരും? നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ഈ പൊസിഷൻ നോക്കാം. T1 സമയത്തുള്ള വെലോസിറ്റി എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒരു ടാൻജന്റ് വരും. അപ്പൊ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് ആ ടാൻജന്റ് എന്താ സംഭവിച്ചത്? ആ ടാൻജന്റ് ഇവിടെ വന്ന് കൂട്ടിയിട്ടില്ലേ? ഇവിടെ വന്ന് മുട്ടി. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിന്റെ മേലെയാണോ 90 ഡിഗ്രിന്റെ താഴെയാണോ? 90 ഡിഗ്രിന്റെ മേലെയാണ്. 90 ഡിഗ്രിന്റെ മേലെ ആയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആകും. കാരണം എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആരാണ്? വെലോസിറ്റി ആണ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ സ്ലോപ്പ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 90 ഡിഗ്രിന്റെ മേലെയാകുമ്പോൾ സ്ലോപ്പ് എന്താവും? നെഗറ്റീവ് ആകും. സ്ലോപ്പ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആകും. ഓക്കെ, ഇപ്പൊ T1 വെലോസിറ്റി നെഗറ്റീവ് ആണ്. T2 എന്താ വരയ്ക്കുന്നത്? T2 നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഹോറിസോണ്ടൽ ലൈൻ ആണ് കിട്ടുക. ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈൻ അല്ലേ. T2 വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഹോറിസോണ്ടൽ ലൈൻ കിട്ടും. അപ്പോൾ ഹോറിസോണ്ടൽ ലൈൻ കിട്ടി കഴിഞ്ഞാൽ T2 വെലോസിറ്റി എന്താവും? 0 ആവും. T1 വെലോസിറ്റി നെഗറ്റീവ്, T2 വെലോസിറ്റി 0. അതിന് T3 വെലോസിറ്റി എന്നാൽ T3 വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടാം. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിന്റെ താഴെയാണ്. 90 ഡിഗ്രിയുടെ താഴെ ആയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനൊരു പോയിന്റ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഈ 3 പോയിന്റ് ജോയിൻ ചെയ്യുന്നതോടെ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് സാർ അതെങ്ങനെ സാർ ഇങ്ങനെ ഈ പോയിന്റ് ഇവിടെ തന്നെ പോയിന്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ഗ്രാഫ് വരുന്നത്. കാരണം എങ്ങനെ മനസ്സിലായി? കാരണം നമ്മൾ പഠിച്ച് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ, ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ വളഞ്ഞു വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ T1 എന്താ വരയ്ക്കുന്നത്? T1 നമ്മൾ സ്ലോപ്പ് വരയ്ക്കുകയാണ്. T1 നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണ്. T1 ടാൻജന്റ് വരയ്ക്കുമ്പോൾ ആംഗിൾ എത്ര വരുന്നത്? 90 ഡിഗ്രിയുടെ താഴെ. 90 ഡിഗ്രിയുടെ താഴെ കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? പോസിറ്റീവ് ആവും. T2 വരയ്ക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? T2 നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഹോറിസോണ്ടൽ ലൈൻ ആണ്. ഹോറിസോണ്ടൽ ലൈൻ ആയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? 0 ആവും. T3 വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ എന്താ വരുന്നത്? 90 ഡിഗ്രിന്റെ മേലെയാണ്. 90 ഡിഗ്രിന്റെ മേലെ ആയി കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ ഈ 3 പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രാഫ് ഇങ്ങനെയാണെന്നുള്ള കാര്യം കിട്ടും. T1, T2, T3 ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത വയ്ക്കും. ഇവിടെ എങ്ങനെ വരാം? ഇവിടെ ആദ്യം നമ്മൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഗ്രാഫ് 0 ആണ്. T0 സെക്കൻഡിൽ വെലോസിറ്റി 0 ആണ്. അതിനുശേഷം നമ്മൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ വരച്ചു, ഈ പോയിന്റ് വരച്ചു. ഈ പോയിന്റ് വരുന്ന സമയത്ത് ഇങ്ങനെ വരും. ഈ വാല്യൂ എന്താ വരുന്നത്? ഇത് 90 ഡിഗ്രിയുടെ താഴെയല്ലേ. 90 ഡിഗ്രിയുടെ താഴെയാകുമ്പോൾ വെലോസിറ്റി എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ വേറൊരു സെക്കൻഡ്, ഈ സെക്കൻഡ് T1 സെക്കൻഡിനേക്കാളും താഴെ, T1 സെക്കൻഡ് ഇവിടെ തന്നെ ആയിരിക്കും. T1 സെക്കൻഡ് താഴെ വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആണ്.
ഇനി ഈ ലൈൻ എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം അല്ലേ? നമ്മളിവിടെ ഇവിടെ നേരെ കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ചാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. ഇവിടെ സിമ്പിളാണ്. ഗ്രാഫ് ആ ടാൻജന്റ് ആയിരിക്കാം. ആ ടാൻജന്റ് 90 ഡിഗ്രിയുടെ താഴെയാണോ മേലാണോ നോക്കാം. 90 ഡിഗ്രിയുടെ മേലാണെങ്കിൽ നെഗറ്റീവ്, താഴെയാണെങ്കിൽ പോസിറ്റീവ്. അങ്ങനെ നോക്കി ഗ്രാഫ് വെച്ചാൽ മതി. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞു ഇവിടെ നോക്കി 0 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇവിടെ ടാൻജന്റ് വരും. ഇവിടെ ടാൻജന്റ് വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അത് 90 ഡിഗ്രിന്റെ താഴെയാണ്. 90 ഡിഗ്രിയുടെ താഴെയാകുമ്പോൾ വെലോസിറ്റി എന്താണ്? പോസിറ്റീവാണ്. വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വരും 0 സെക്കൻഡ്. അതിനുശേഷം ലാസ്റ്റ് T1 സെക്കൻഡ് നോക്കിയാൽ T1 സെക്കൻഡ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഹോറിസോണ്ടൽ ലൈൻ, ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു ഹോറിസോണ്ടൽ ലൈൻ. അപ്പോൾ T1 സെക്കൻഡിൽ ഹോറിസോണ്ടൽ ലൈൻ വരുമ്പോൾ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ T1 സെക്കൻഡിൽ ഇവിടെ T1 സെക്കൻഡിൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ എന്താക്കും? ഇവിടെ മുതൽ ഇവിടെ വരെ നേരെ വരും. സാർ ഇതിന്റെ താഴോട്ടേക്ക് പോകാത്തതാണ്. താഴോട്ടേക്ക് പോകാത്ത T1 സെക്കൻഡ് വരെ നമ്മൾ ഗ്രാഫ് വന്നിട്ടുള്ളൂ. ഒന്ന് T1 സെക്കൻഡ് വരെ വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വയ്ക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ 0 സെക്കൻഡിലെ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ 0 സെക്കൻഡിലെ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇനി അതിനുശേഷം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ വരയ്ക്കാം. ഈ സെക്കൻഡിൽ നമ്മൾ വരച്ചാണ് ഇങ്ങനെ വന്നത്. ഈ ആംഗിൾ എന്താ വരുന്നത്? ഈ ആംഗിൾ 90 ഡിഗ്രിന്റെ മേലെയാണ്. 90 ഡിഗ്രിന്റെ മേലെയാകുമ്പോൾ വെലോസിറ്റി എന്തായി? നെഗറ്റീവായി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും T1 സെക്കൻഡ് കുറച്ച് മുമ്പായിട്ട് വരച്ചത്. ആ സമയത്ത് വെലോസിറ്റി എന്തായി? നെഗറ്റീവ്. നമ്മൾ എന്താക്കി? അത് ലൈനിൽ കണക്ട് ചെയ്യുക. T1 സെക്കൻഡ് വരെ പോകുന്നുണ്ട്. ഗ്രാഫിക്കിനാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആറാമത്തെ ക്വസ്റ്റ്യനിൽ 0 സെക്കൻഡിൽ ഒരു വെലോസിറ്റി ഉണ്ട്. അത് ഇങ്ങനെയാണ് പോകുന്നത്. ആ ആംഗിൾ 90 ഡിഗ്രിന്റെ മേലെയാണ്. 90 ഡിഗ്രിന്റെ മേലെയാകുമ്പോൾ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് 0 സെക്കൻഡിൽ വെലോസിറ്റി എന്താണെന്ന് കിട്ടി? നെഗറ്റീവ് ആണ് കിട്ടി. അതിനുശേഷം വെലോസിറ്റി ഇവിടെ വരയ്ക്കുന്ന സമയത്ത് T1 സെക്കൻഡിലാകുമ്പോൾ ഹോറിസോണ്ടൽ ലൈനായി വരുന്നത്. ഹോറിസോണ്ടൽ ലൈൻ വന്നാൽ വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിട്ടും. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് സംഭവം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിഡന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? അല്ല, പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിട്ടും ആക്സിഡന്റ് ടൈം ഗ്രാഫ് ആയിട്ടും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 2024 നീറ്റിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇനി വീഡിയോ ഇടുമ്പോൾ നീറ്റ് എക്സാമിന് ശേഷമായിരിക്കും വരാം. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.